നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഷെയറുകൾ വിദേശ കമ്പനിക്ക് കൈമാറിയ അദാനിയുടെ നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം കത്തുമ്പോൾ കടുത്ത നടപടികൾക്കൊരുങ്ങാതെ UDF സർക്കാർ ഓഹരി കൈമാറ്റത്തിൽ ഇതുവരെ അദാനിയെ അതൃപ്തി അറിയിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. കരാർ ലംഘനത്തിൽ ശക്തമായ നടപടികളാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദാനിയുടെ വിഴിഞ്ഞം തുറമുഖ കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ സർക്കാർ അറിയാതെയാണ് ഇറ്റാലിയൻ കമ്പനിയായ MSCക്ക് കൈമാറുകയാണ് അദാനി ചെയ്തിരിക്കുന്നത്. കരാറിൽ കേരള സർക്കാരും അദാനിയും മാത്രമെന്നിരിക്കെയാണ് ഇപ്പോൾ ഓഹരി കൈമാറ്റത്തിലൂടെ ഒരു വിദേശ കമ്പനി കൂടി ഈ കരാറിലെത്തിയത്. ഇത് സർക്കാർ അറിഞ്ഞില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. ഇത്രമാത്രം ശക്തമായ ഒരു കരാർ ലംഘനം നടന്നിട്ട് പോലും സർക്കാർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് പ്രതിപക്ഷം വിശ്വസിക്കുന്നുമില്ല. സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ വേണ്ട കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? ഒട്ടേറെ സംശയങ്ങളുണ്ട്. എവിടെയോ എന്തോ അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. വിഴിഞ്ഞം കരാർ ലംഘിക്കുകയാണ് അദാനി ചെയ്തിരിക്കുന്നത്. കേരള സർക്കാരും അദാനിയും മാത്രമുള്ള ഒരു കരാറിൽ ഒരു വിദേശ കമ്പനി കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതും സംസ്ഥാന സർക്കാർ പോലും അറിയാതെ ഞെട്ടിക്കുന്ന കാര്യമാണിത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം കൂടി വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 14,000 കോടി കൈപ്പറ്റി വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഷെയറുകളാണ് MSC എന്ന ഇറ്റാലിയൻ വിദേശ കമ്പനിക്ക് കൈമാറി വിഴിഞ്ഞത്തു നിന്നു സ്ഥലം കാലിയാക്കുകയാണ് അദാനി ചെയ്തിരിക്കുന്നത്. പകുതി ഷെയറുകൾ ഇപ്പോൾ MSCയുടെ കൈകളിലാണ്. മുൻപ് ചൈനീസ് കമ്പനിക്കും ദുബായ് പോർട്സിനും കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്ത് അനുമതി നിഷേധിച്ചത് വിദേശ കമ്പനികൾ ആണെന്നതുകൊണ്ടാണ്. ഇതാണ് ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ നിയന്ത്രണമാണ് ഒരു വിദേശ കമ്പനിക്ക് കൈവന്നിരിക്കുന്നത്. വ്യക്തവുമായ കരാർ ലംഘനവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വെറും അതൃപ്തി അറിയിക്കൽ കൊണ്ട് കാര്യമില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഓഹരി കൈമാറ്റത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിഴിഞ്ഞത്ത് സർക്കാർ അനുമതി ഇല്ലാതെ ബഹുരാഷ്ട്ര കമ്പനിക്ക് ഓഹരി നൽകിയത് എങ്ങനെയെന്ന് അദാനി പറയണമെന്നാണ് വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ സർക്കാർ ആയിരിക്കാം. അതുപോലെ ചെയ്യാൻ കേരളം എന്തോ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്നാണ് വേണുഗോപാൽ ചോദിച്ചതും. ഇതൊക്കെ കൊണ്ട് തന്നെ സതീശൻ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. കരാർ ലംഘനം വന്നാൽ കരാർ റദ്ദു ചെയ്യുകയാണ് പതിവ്. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.